എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്നത്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിലെ തൊണ്ടയാർ ബോർഡർ ഹൈക്കിങ്, അങ്ങനെ ഒരു ട്രക്കിംഗ് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ട്രക്കിംഗ് തുടങ്ങുന്ന സ്ഥലത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട ഒരുപാട് സുഹൃത്തുക്കൾക്കറിയാം, അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രക്കിങ്ങിന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നിലവിൽ നമ്മളോടൊത്തുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. രാവിലെ എല്ലാവരും കൂടെ നമ്മുടെ തൊണ്ടയാർ ട്രക്കിങ്ങിന് പോകുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ അരിപ്പ ട്രക്കിങ്ങിന് ഉണ്ടായിരുന്ന പേര് പറഞ്ഞോട്. ജഗദീഷ് അണ്ണൻ, വിനീത്, അടുത്ത് പിന്നെതാ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ചേട്ടനുണ്ട്, പേര് പറഞ്ഞോട് ചേട്ടാ. വിഷ്ണു. സ്ഥലം ജഗദീഷിന്റെ ഫ്രണ്ടാണ്. അതെ, ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര എന്നാണ് ഈ ചേട്ടൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് 3 പേര് മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അരിപ്പാട് ട്രക്കിങ്ങിൽ. ഇപ്പം നമ്മുടെ ചേട്ടനും കൂടെ ഉണ്ട് അല്ലേ ചേട്ടാ? അപ്പോൾ എന്തായാലും നമ്മുടെ ട്രക്കിങ് അങ്ങനെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി തൊണ്ടയാർ എന്ന് പറയുന്ന ട്രക്കിങ്ങിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ സെറ്റല്ലേ? പിന്നല്ല പവർ. രാവിലെ നമ്മൾ തേക്കടിയിലെത്തി. അപ്പം തേക്കടി ടൗണിലാണ് ഈ ഒരു സെറ്റപ്പ് എല്ലാം ഉള്ളത്. തേക്കടി ടൗൺ കുറച്ച് മുമ്പിലാണ്, ഇത് കുറച്ച് പിറകിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് രാവിലെ നമ്മൾ ഈ ഒരു വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ നല്ല മഞ്ഞും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുമ്പിലേക്ക് നടക്കുമ്പോൾ തൊണ്ടയാർ എന്ന് പറയുന്ന ട്രക്കിംഗ് അടിപൊളിയാകും എന്ന് പ്രതീക്ഷിക്കാം. രാവിലെ വാക്കിങ്ങിനൊക്കെ ഇറങ്ങിയ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ടിക്കറ്റൊക്കെ കാണിക്കുന്നത് ഏതാണ്ട് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റൊക്കെ കാണിച്ചതിന് ശേഷം നമുക്കൊരു ഗൈഡ് കാണും. ആ ഗൈഡിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിന് പോകുന്നത് കേട്ടോ. തൊണ്ടയാർ കുറച്ച് വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ വിചാരിക്കാം. അപ്പോൾ നമ്മളകത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ തൊണ്ടയാർ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 6 പേരാണ് കേട്ടോ ഇന്നത്തെ ട്രക്കിങ്ങിനുള്ളത്. അപ്പോൾ നമ്മൾ 5 പേരും പിന്നെ കൂട്ടത്തുള്ള വേറൊരു ചേട്ടൻ, അങ്ങനെ പിന്നെ ഒരു ഗൈഡ്, അങ്ങനെ ടോട്ടലി 6 പേരാണ് കേട്ടോ നമ്മുടെ ഇവിടെ ട്രക്കിങ്ങിനുള്ളത്. ഈ ഒരു സ്പോട്ടിൽ നിന്നൊരു അടിപൊളി ഒരു വയൽ പോലത്തെ ഏരിയയാണ് കേട്ടോ കാണപ്പെടുന്നത്. ഇത് റിസർവ് ഫോറസ്റ്റ് ഒന്നുമല്ല, നമ്മൾ കുറച്ച് മുമ്പിലോട്ട് നടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയാണ് കേട്ടോ, മന്നാക്കുടി കുമളി. സെറ്റിൽമെൻറ്റിൻ്റെ സൈഡിലൂടെ പോകുമ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് ഏലമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി അത്യാവശ്യം ടാറിങ്ങൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു സെറ്റിൽമെൻറ്റിനുള്ളിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറേ ദൂരം മുമ്പിൽ പോകുമ്പോഴും ഈ കോൺക്രീറ്റ് ടാറിങ്ങൊക്കെ തീരുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉൾക്കാടുകളിലൂടെയുള്ള ട്രക്കിങ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇനി മുതൽ ഉൾക്കാടുകളാണ് നമ്മൾ ട്രക്കിങ് അങ്ങനെ തുടങ്ങുകയാണ്. രാവിലെ തന്നെ നല്ല കോട മഞ്ഞുണ്ട്. അങ്ങനെ ആദ്യം നമ്മളൊരു തോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഷൂ നനയുമെന്നാണ് തോന്നുന്നത് അവസ്ഥകൾ രാവിലെ തന്നെ. സെറ്റിൽമെൻറ്റ് കഴിഞ്ഞിട്ട് അതിന് സൈഡിലൂടെയാണ് കേട്ടോ ഒരു ട്രക്കിംഗ് പാത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ട്രക്കിംഗ് വഴിയിലൂടെയാണ് നമ്മൾ തൊണ്ടയാർ എന്ന് പറയുന്ന ആ ഒരു ട്രക്കിങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കാടുകളൊക്കെ നല്ല തിളിർത്ത് കിടപ്പുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. രാവിലെ നിൽക്കുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം കുളയട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മൂക്കിപ്പൊടിയൊക്കെയാണ് കാലിൽ തട്ടി ഉപയോഗിക്കുന്നത്. അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുളയട്ടയുടെ കടിയൊക്കെ കുറച്ച് കിട്ടാതിരിക്കും. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതാത്ത കാലിൽ ഒരു ഷോർട്സ് പോലത്തെ സംഭവം നമുക്ക് ഫോറസ്റ്റിൻ്റെ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടാണ് നമ്മൾ ഒരു ട്രക്കിംഗ് ചെയ്യുന്നത്. ഫസ്റ്റ് സിംഹവാലനെയാണ് നമ്മൾ കണ്ടത്. നമുക്കിവിടെ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഈ ചേട്ടനാണ് നമ്മുടെ ഗൈഡ്. ചേട്ടാ പേര് പറഞ്ഞു കൊടുത്താണ്? വിജയ്. ഇവിടെയാണ് കുമളിയിൽ സെറ്റിൽമെൻറ്റിൻ്റെ പേരെന്തോ? പളിയക്കുടി മന്നാൻ സെറ്റിൽമെൻറ്റിലുള്ളതാണ് കേട്ടോ ഈ ഒരു ചേട്ടൻ. ചേട്ടാ നമുക്ക് പോയാലോ? നമ്മൾ നടക്കുന്ന ട്രക്ക് പാത്തിൽ അത്യാവശ്യം തോടുകളൊക്കെ ഉണ്ടായി. അത്യാവശ്യം തോട്ടിൽ വെള്ളവും ഒക്കെ ഉണ്ട്. പിന്നെ കുളയട്ട പ്രധാനമായിട്ടുണ്ട് കേട്ടോ ഇവിടെ. കുറേ പേരുണ്ട്. അപ്പോൾ അവരെല്ലാം മുമ്പേ പോയി. നമ്മൾ നടക്കുന്ന ഈ ഒരു വഴി അത്യാവശ്യം കയറ്റം ഉണ്ടായി. ഫയർ ലൈൻ നല്ല തെളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വഴിയിൽ വേറെ കാടുകളൊന്നും അധികം ഇല്ല, ഫയർ ലൈൻ തെളിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പം ടോട്ടലൊരു 9 പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ട്രക്കിങ്ങിന് കൂട്ടത്തിൽ ഫോറസ്റ്റിൻ്റെ ആൾക്കാരും എല്ലാവരും ഉൾപ്പെടെ. നല്ല കോടയുണ്ട് രാവിലെ തന്നെ. അപ്പോൾ വെയിലൊന്നും കാണാനില്ല. വെയിലിന് കോടയും നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഏരി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു നമ്മുടെ ട്രക്കിങ്. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് കേട്ടോ. കോടയൊക്കെ മൂടി ഇങ്ങനെ കിടക്കുന്ന അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ തന്നെ ഇന്ന് നമുക്ക് കിട്ടി. നമ്മൾ അതിരുമലയിൽ നിന്ന് അഗസ്ത്യ റോഡൊക്കെ പോകുമ്പോൾ നമ്മളൊരു റിവർ ക്രോസ് ചെയ്ത് പോകുന്നല്ലോ, അതുപോലെ ഈ ഒരു റിവർ 2-3 ഭാഗങ്ങളായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്താണ്
ഇവിടെ വരെ എത്തിയത്. കയറുന്ന ഈ ഒരു ട്രക്ക് പാത്തിൻ്റെ സൈഡിലൊക്കെ കാട്ടാനയുടെ കാൽപ്പാടുകളൊക്കെ കാണാൻ സാധിക്കും. ആ ഭാഗത്തൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കാട്ടാന വന്നിട്ട് കുറേ ഈ ഈറയൊക്കെ തിന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലിപ്പം ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ നിരപ്പുകളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നല്ല കയറ്റങ്ങളും ഉണ്ട്. അത് നമ്മുടെ ജഗദീശണ്ണൻ, നമ്മളെ കൊണ്ടുവന്ന ജഗദീശണ്ണൻ്റെ നടക്കുകയാണ്. പുള്ളിയിലെ ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഫോട്ടോയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഭാഗത്താണ് കേട്ടോ. രാവിലെയാണോ ഇന്നലെയാണോ അറിയത്തില്ല, ആന മണ്ണൊക്കെ ചവിട്ടിയിട്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. നമ്മൾ താഴെ ആ ഒരു തേരി കയറിയാണ് വന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സ്ഥലം. അപ്പം ടോട്ടലി നമ്മൾ 6 പേരും ഗൈഡ് 3 പേരും നമ്മളോടൊപ്പം ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. ஆனால் ജഗദീശൻ എത്ര ദൂരം നടന്നാണ് നമ്മളിപ്പോൾ? ഏകദേശം ഒരു 5 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. 5 കിലോമീറ്ററാ? 5-6 കിലോമീറ്റർ ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ട്രക്കിങ്? എങ്ങനെയുണ്ട്? അടിപൊളി സ്റ്റീപ്പായിരുന്നു, നല്ല സ്റ്റീപ്പായിരുന്നു. സോ നല്ല കോടയുണ്ട്. കാലാവസ്ഥ കാട്ടിനകത്ത് കോട ഒരു പ്രത്യേക ഫീലാണല്ലോ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയല്ലേ? അതെ. അപ്പോൾ നമുക്കിനി കഴിച്ചാലോ? ഫുഡ് കഴിക്കാം, തീർച്ചയായിട്ടും. ഫുഡൊക്കെ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെയാണ് ഒരു ആപ്പിള്, ഒരു ഓറഞ്ച്, ഒരു പഴം, ഏത്തപ്പഴം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും നമ്മുടെ ട്രക്കിംഗ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5 പേര്, വേറൊരു പുള്ളിയും കൂടെ ഉണ്ട്, വിദേശിയാണ്. അപ്പോൾ മൊത്തത്തിൽ 6 പേരാണ് കേട്ടോ നമ്മളെ കൂട്ടത്തിലുള്ള ടീം. ബാക്കി 3 ഗൈഡുകളാണ്. ആന ചവിട്ടി പോയതിൻ്റെ കാൽപ്പാടുകളൊക്കെയാണ് കേട്ടോ കാണുന്നത്. അത്യാവശ്യം വലിയൊരു തേര് കയറിയാണ് വന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു നിരപ്പിന് മുകളിലാണ് കേട്ടോ എത്തുന്നത്. തേരിയൊക്കെ കയറി വന്നിട്ട് നമുക്ക് നല്ലോണം കാണാൻ പറ്റും. പിന്നെ ടോപ്പിൽ കയറിയിട്ട് അവിടെ നോക്കിയപ്പോൾ അത്യാവശ്യം ഓപ്പണിലേക്ക് ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഇവിടെ അത്യാവശ്യം ആനയുടെ മാർക്കിങ്ങൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആനയുടെ കാൽപ്പാടുകളും ഒക്കെയാണ് ഇവിടെയൊക്കെ കാണുന്നത്. ആനക്കുള്ളയൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. പിന്നെ ഈ ഭാഗത്തൂടെയാണ് കേട്ടോ ഈ ഒരു ട്രക്കിംഗ് പോകുന്നത്. അത്യാവശ്യം തേരിയൊക്കെ കയറി കുറച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല കാടുകൾ കേട്ടോ, നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള കാടുകൾ. അത്തരം കാടുകളിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു കയറ്റമാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. വേറെ മൃഗങ്ങളെയൊന്നും പറയത്തക്ക മൃഗങ്ങളെയൊന്നും കണ്ടിട്ടില്ല. നേരത്തെ വന്നപ്പോൾ നമ്മളൊരു സിംഹവാലം കുരങ്ങനെ ഉണ്ടല്ലോ, അതുമാത്രം തന്നെയാണ് കേട്ടോ പ്രധാനമായിട്ടും നമ്മൾ കണ്ടത്. എത്തുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ കാണുന്നത്. എന്തായാലും കൊള്ളാം, സെറ്റ്. അവിടെ നിന്ന് മുകളിൽ കയറി വന്നപ്പോൾ നമുക്കൊരു അടിപൊളി ഒരു പുൽമേടാണ് കേട്ടോ കാണുന്നത്. നമ്മൾ ഗൈഡുണ്ട്, പിന്നെ നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാരുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഏരിയയിലെത്തിയേ. ഒരു പുൽമേട്, കാടൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു പുൽമേട് ഗ്രൗണ്ട് പോലുള്ള ഒരു ഏരിയയാണ്. ഇവിടെ പ്രധാനമായിട്ട് എനിക്കൊന്ന് കാട്ടുപോത്താണെന്ന് തോന്നുന്നു. കൂടുതലായിട്ടും ഇത് കാട്ടുപോത്തിൻ്റെ വേസ്റ്റാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി ഒരു സ്പോട്ട്. നമ്മളിപ്പോൾ കയറി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എഴുകുമേട്. എഴുകുമേടാണ്. ഇതാണ് നമ്മൾ ബോർഡർ വരുന്ന, തൊണ്ടിയാർ ബോർഡർ വരുന്ന മെയിൻ ഫസ്റ്റ് കയറുന്നത്. അവിടെ നിന്ന് നമ്മളിനി കുറച്ച് മുന്നോട്ടാണ്. ദൂരോട്ട് കാണുന്ന മലകൾക്കപ്പുറം കാണുന്ന ആ ലോങ് കാണുന്നതിൻ്റെ മലകൾക്കപ്പുറം ഉള്ളത് പ്രൈവറ്റ് ഏരിയ ആണ്. തേയിലത്തോട്ടം, മേലത്തോട്ടങ്ങളൊക്കെ അത് പ്രൈവറ്റ് ഓണേഴ്സിൻ്റെയാണ്. ഇതിൻ്റെ ഇങ്ങോട്ട് കാണുന്നതെല്ലാം നമ്മുടെ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്. ഇവിടെ മൊത്തത്തിൽ 925 സ്ക്വയർ കിലോമീറ്ററാണ് ടൈഗർ റിസർവിൻ്റെ മൊത്തം ചുറ്റുള്ളത്. അതിൽ 44 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ബഫർ സോൺ. അതിലാണ് ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ഒരുപാട് ഉള്ളിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. മറ്റ് പ്രോഗ്രാംസിനെ കുറിച്ച് ഇത് ചെയ്യുന്നതാണ്. പിന്നെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ഏതാണ്ട് ഒരു 12-13 കിലോമീറ്റേഴ്സ് പോകും. വൺ സൈഡാണോ അതോ മൊത്തത്തിൽ നമ്മൾ വാക്ക് വന്ന് സർക്കിൾ ചെയ്താണ് പോകുന്നത്. ഈ വന്ന വഴി നമ്മൾ തിരിച്ച് പോകാറില്ല. നമ്മൾ കറങ്ങി വൈകുന്നേരത്തേക്ക് തിരിച്ചെത്തുന്ന വേറൊരു വഴി കൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. പുറത്തേക്ക് അങ്ങനെയാണ് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ പോണ വഴിക്ക് മൃഗങ്ങളെ കാണുന്നുണ്ട്. അതൊക്കെ ഓരോ ദിവസത്തിലും വെള്ളം കണ്ട പുൽമേടൊക്കെ കഴിഞ്ഞിട്ട് കുറേ താഴേക്ക് വന്നിട്ടുണ്ടേ. അപ്പം ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തണുപ്പൊന്നുമില്ല, ചൂട് തന്നെയാണ്, വെയിലായി. അപ്പോൾ കാലാവസ്ഥയ്ക്കൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് മുൻപിൽ എവിടെ പോയിട്ടാണ് നമുക്കുള്ള ഉച്ചയ്ക്കുള്ള ആഹാരം നമ്മൾ കഴിക്കുന്ന കുറേ മുമ്പിൽ പോയിട്ടാണ് കേട്ടോ. കൊള്ളാം, എന്തായാലും അത്യാവശ്യം നല്ല കാടുകളാണ്. ഉള്ള പാറയൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രക്കിങ്ങിന് കൂടെയുള്ള എല്ലാവരും മുൻപിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിളികളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ആന അല്ലേ, ആന തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ചെളിയൊക്കെ ഇവിടെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. പുല്ലൊക്കെ മാറ്റിയിട്ട് ആന ചെളിയാക്കിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ പോകുന്നൊരു ട്രക്ക് പാത്തിലാണ് കേട്ടോ ഇതുള്ളത്. കരടി പുറ്റിടിച്ചാണ് കേട്ടോ. ചിതൽപുറ്റല്ലേ? ചെതൽപുറ്റാണ്. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഈ ചാണകവണ്ടെന്നുള്ള സാധനമാണ്, അതിനെ കഴിക്കാനും ഇതുപോലെ മാന്താറുണ്ട്. പക്ഷെ ഇത് ചെതൽ എന്തൊക്കെ വരുത്തുന്ന മാന്തിയതാണ്. ഇതിലെയും നമുക്ക് വന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും കേട്ടോ ഈ ഒരു വഴി കൂടെ.
അപ്പോൾ ഇവിടെ നിന്ന് ട്രക്ക് പാത്ത് തെളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ വന്നത് അത്യാവശ്യം നല്ല പുൽമേടുകളിലൂടെയൊക്കെ ആയിരുന്നു. പിന്നെ ഇനി നമ്മൾ എത്തിപ്പെടുന്നത് ഈ ഇരുണ്ട കാടുകളിലേക്കാണ്. ഇരുണ്ട കാടുകളിൽ വഴി നമ്മൾ അടുത്തെത്തിപ്പെടുന്നത് ഒരു പുൽമേടിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ എല്ലാവരും മുമ്പേ നടന്നു, ഞാൻ ബാക്കിലുണ്ട്. എല്ലാവരുമായിട്ട് ഇങ്ങനെ കാട്ടിനുള്ളിലൂടെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നമ്മൾ കയറി വന്നപ്പോൾ കുറച്ച് ഈറ്റക്കാടുകളാണ് കേട്ടോ കാണുന്നത്. നമ്മൾ ബാക്കിലൊക്കെ വന്നപ്പോൾ കണ്ടത് ഉണങ്ങിക്കിടന്ന ഈറ്റക്കാടുകളാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ഉള്ളതായിട്ട് കിടക്കുന്ന ഈറ്റക്കാടുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്നൊരു കുന്നിന് മുകളിലാണ് അടുത്ത് നമ്മൾ പോകുന്നത്. എന്തായാലും കൊള്ള അടിപൊളി റൂട്ട്. അക്കരെ നിന്ന് കണ്ട കുന്നിൻ്റെ കുറച്ച് താഴേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കയറുമ്പോൾ ആ ഒരു പുൽമേടിൻ്റെ ടോപ്പിലെത്തുമെന്ന് തോന്നുന്നു. ഒരു പാറക്കുടിലാണ് കേട്ടോ ഇവിടെ കാണുന്ന, വള്ളിയൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു പാറ. ഇവിടെ അടിപൊളിയായിട്ടൊരു ഗുഹ പോലെയൊക്കെ ഉണ്ട് ഇവിടെ. എന്താ ഇവിടെ അടിപൊളി നമുക്കൊന്ന് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. കുന്നിന് മുകളിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നടക്കുന്ന ട്രക്ക് പാത്ത് നല്ല രീതിക്ക് തെളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ വന്നു നിന്നത് ആ ഒരു പുൽമേടാണ് കേട്ടോ. അവിടെ നിന്ന് ഇപ്പം കുറച്ച് നമ്മൾ അവിടെ നിൽക്കര കണ്ടൊരു പുൽമേട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണുന്നത്. ഇനി കുറച്ചും കൂടെ ടോപ്പിലോട്ട് കയറുമ്പോൾ ഇതിൽ നിന്നും നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. എന്തായാലും ഇനി ടോപ്പിലേക്ക് പോവാം. എല്ലാവരും ഇപ്പം പുറകിലാണേ. ഇപ്പം ഞാൻ കുറച്ചും കൂടെ കയറി വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പുൽമേട് അക്കരയാണ് കേട്ടോ. ഇപ്പം അതിന് ഇക്കരെയുള്ളൊരു പുൽമേടാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ പിറകിലാണ് വണ്ടിപ്പെരിയാറ്, ആ ഭാഗങ്ങളൊക്കെ. കുമളി ടൗണാണ്. നമുക്ക് ഈ ഭാഗത്താണ് കുമളി ടൗൺ കാണുന്നത് കേട്ടോ. പറ്റുമെങ്കിൽ നമുക്ക് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ട്രക്കിങ്ങിന് വന്ന ജഗദീഷ് അണ്ണൻ, പുള്ളിയാണ് ട്രക്കിങ്ങിനുണ്ടെന്ന് നമ്മളെ കൂടെ ഉണ്ട്. അവരാണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ ജഗദീഷ് അണ്ണൻ. ഒക്കെ എന്തായാലും ഈ ഒരു പ്ലേസ് കൊള്ളാം, കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ ഭാഗമാണ് കേട്ടോ. ഇതാണ്ട് ഈ തെളിഞ്ഞ പോലെ കാണുന്നത്. അങ്ങോട്ടാണ് കുമളി ടൗണ്. എന്തായാലും അധികം പുല്ലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം പുല്ലൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ റിസർവോയർ കാണാൻ പറ്റുമേ. എന്തായാലും നമുക്കത് പറ്റുമെങ്കിൽ ഫോണിൽ എടുത്തൊന്ന് കാണിച്ചു തരാവേ. ഈ ഭാഗത്ത് കാണുന്നുണ്ട്, അതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ റിസർവോയർ. ഫുള്ള് ആയി കിടക്കുന്ന കേട്ടോ വെള്ളം. ഈ ഒരു പുൽമേടൊക്കെ കണ്ടു. ഈ ഒരു പുൽമേടൊക്കെ കണ്ടിട്ട് തിരിച്ച് താഴേക്കാണ് കേട്ടോ പോകുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ റിസർവോയറാണ്. അപ്പോൾ ഇതിനാണ് ഈ തേക്കടിയിലെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നത് ഈ ഒരു റിസർവോയറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി അടുത്ത് അഞ്ചുരുളി ഒരു ക്യാമ്പ് ഷെഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കുന്നത്. അഞ്ചുരുളി മല, അതാണ് കേട്ടോ അടുത്ത് നമ്മൾ ട്രക്ക് ചെയ്തെത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും സമയം നമ്മൾ കുന്നിന് മുകളിലോട്ട് കയറി വന്നിട്ട് ഇപ്പം തിരിച്ചിങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന ഇറക്കമാണ് കേട്ടോ. അത്യാവശ്യം കുത്തിറക്കം പോലുള്ള ഇറക്കമാണ്. നമ്മൾ നേരത്തെ നിന്നത് ആ ഒരു മലയുടെ മുകളിലാണ് കേട്ടോ, കുന്നിന് മുകളിൽ. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടുള്ള വ്യൂ ഒക്കെ കണ്ടത്. പിന്നെ റിസർവോയറിൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പുലിയുടെയോ കടുവയുടെ എന്തോ ആണ് കേട്ടോ ഈ ഒരു കാഷ്ടം എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ്. ഇതൊരു ഫയൽ റൈനാണ്. ഇവിടെ കൂടെയാണ് നമ്മളെല്ലാവരും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ടോട്ടലി 1 2 3 4 5 6 7 9 പേരുണ്ട് കേട്ടോ. നമ്മൾ 3 ഗൈഡും നമ്മൾ യാത്രക്കാർ 6 പേരും. ഫുഡ് കഴിക്കുന്ന ഭാഗത്തേക്ക് ഏകദേശം എത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ റിസർവോയറിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ട്രക്കിംഗ് വഴിയിലൊരു നെല്ലിമരം നിൽപ്പുണ്ടായി, കായില്ല എന്നാണ്. രാവിലെ നമ്മൾ ഈ ഭാഗത്തൊക്കെ മുകളിലൊക്കെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം മഞ്ഞൊക്കെ പോയി, ഇപ്പം നല്ല വെയിലായി കേട്ടോ. അപ്പം ഇവിടുന്ന് തൊട്ടപ്പുറത്ത് എനിക്ക് തോന്നുന്നു പെരിയാർ ടൈഗർ റിസർവും പിന്നെ വേറെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വനംവകുപ്പിൻ്റെ അതിർത്തി സ്ഥലങ്ങൾ. നമുക്ക് എന്തായാലും ഫ്രണ്ടിലുള്ളവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. ആ ഭാഗത്ത് കുറച്ച് മലയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഒരു മലയിലാണ് നമ്മൾ നിന്നത്. സ്ഥലത്തുനിന്ന് അത്യാവശ്യം അടുത്തായിട്ട് നമുക്ക് ഈ ഒരു റിസർവോയറിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയാം. ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു പാറേൻ്റെ അവിടെ നിന്ന് കുറേ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി റിസർവോയറിൻ്റെ സൈഡ് വരെയാണ് നമുക്കിനി പോകേണ്ടത് അടുത്ത നടത്ത്. അപ്പം അതുവരെ അത്യാവശ്യം ഇറക്കമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഗൈഡ് ചേട്ടനുണ്ട്, ബാക്കിയുള്ളവരെല്ലാം മുൻപിൽ വരികയാണ്. ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫയൽ റൈനിൽ കൂടെ അല്ല പോകുന്നത്, ഇപ്പുറത്തുകൂടെയുള്ള ഒരു കാട്ടിനുള്ളിലൂടെയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം റിസർവോയറിൻ്റെ സൈഡിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പം ഇവിടെ കുറേയൊക്കെ ഇങ്ങനെ ഫയൽ റൈൻ നല്ല രീതിക്ക് തെളിച്ചിട്ടിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കാനൊക്കെ പോകുന്നത്. നമ്മളങ്ങനെ റിസർവോയറിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി ഇരുന്ന് ആഹാരം കഴിക്കാൻ പോകുന്നത് കേട്ടോ. ചേട്ടാ, ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയാമോ? ഇത് നമ്മൾ പറയണത്
അഞ്ചുരുളി ഭാഗം എന്നാണ് നമ്മുടെ നിലവിൽ കട്ടപ്പന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ അഞ്ചുരുളി, അവിടെ ഒരു അഞ്ചുരുളി ടണലുള്ള ആ അഞ്ചുരുളി അല്ല, ഇത് നമ്മുടെ വനത്തിനുള്ളിൽ നമ്മൾ അറിയപ്പെടുന്ന വിളിപ്പേരുള്ള സ്ഥലമാണ് അഞ്ചുരുളി. ഇതൊരു ക്യാമ്പ് സ്റ്റേഷനാണ്, നമ്മുടെ ആന്റി പോച്ചിങ് ക്യാമ്പ് സ്റ്റേഷനാണ്. ഇവിടെ എപ്പോഴും സ്ഥിരം 2 പേര് ഡ്യൂട്ടിക്ക് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഫീൽഡ് എന്തെങ്കിലും പോയി കാണും. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ ഹാഫ് ഡേ ബാമ്പ് റാഫ്റ്റിംഗ് നടത്തുന്ന സ്ഥലമാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം അവർ വരുന്നതൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത യാത്ര തുടങ്ങാം. ഓക്കെ. എന്തായാലും നമുക്ക് ഈ ഒരു കോട്ടേജിലിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത നമ്മുടെ ഈ ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും കൊള്ളാം. ഒരു റിസർവോയറിന് സൈഡിലുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കോട്ടേജ്, അതിൻ്റെ സൈഡിലൂടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ കാഴ്ചകളും ഒക്കെ രസമാണ് കാണാനായിട്ട്. തേക്കടിയുടെ സൈഡിലിരുന്നിട്ട് ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കുകയാണ്. ആണാ എങ്ങനെ സെറ്റ് വിഷ്ണുണ? ഇപ്പം പോകുന്ന ഈ ഒരു വഴി അത്യാവശ്യം നിരന്നൊരു വഴിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ട്രക്കിങ് അവസാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ജഗദീശമ്മനും നമ്മുടെ ഗൈഡ് ചേട്ടനും ഒക്കെ ആയിട്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഭാഗ്യത്തിന് സൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും നമ്മളിനി പോകുന്ന വഴിയിൽ വല്ലതും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ജീപ്പ് വരുന്നൊരു റോഡാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ ഒരു റോഡെന്ന് പറയുന്നത്. വഴിയിൽ കണ്ടൊരു അസ്ഥികൂടമാണേ. ഇത് കടുവ പിടിച്ചാണ് കേട്ടോ, കാട്ടുപോത്തിന് കടുവ പിടിച്ചതിൻ്റെ അസ്ഥികൂടമാണ് ഈ കിടക്കുന്നത്. നമ്മൾ കണ്ട ആ ഒരു കെട്ടിടത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് പെരിയാർ റിസർവോയർ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ തൊട്ട് ബാക്കിൽ നിന്ന് ചെറിയൊരു സൈറ്റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെങ്കീരി ഉണ്ടല്ലോ, ചെങ്കീരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ നമ്മളിവിടെ ആഡ് ചെയ്തേക്കാവേ. ചെങ്കീരി മുന്നിലിതാ ഈ പൊങ്ങി കാണുന്ന മലയാണ് കേട്ടോ, അഞ്ചുരുളി മല എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഞ്ചുരുളി മല ഇതിലോട്ട് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. ഇത് പെരിയാർ ടൈഗർ റിസർവിന് ഉള്ളിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. ഈ ഭാഗത്ത് അത്യാവശ്യം വലിയ മരങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള വെള്ളിമാവ് എന്ന് പറയുന്ന ഒരു സൈസ് മരമാണ് കേട്ടോ അതാ ഈ കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പെരിയാർ ഡാമിൻ്റെ റിസർവോയർ ഇതാ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതുവരെ കയറാം കേട്ടോ. ഇതുവരെ കയറും. ഒരു തോടാണ്, ഇതൊരു ചെറിയൊരു തോടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്ത് വന്ന ബാക്കിയുള്ളവർ ഇതാ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവർ നേരത്തെ വന്നതാണ്. നമുക്ക് ബാക്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയൊരു സൈറ്റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു സൈറ്റിങ് കിട്ടുന്നൊരു ഏരിയ ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു വയലുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ ആ ഒരു വയലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കുള്ള ട്രക്ക് പാത്ത് ആ ഒരു റോഡ് കിടക്കുന്ന അതിലെയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇതിലെയാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. ഈ ഒരു ഏരിയ ഉണ്ടോ, നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. മുമ്പിൽ ആണ് കേട്ടോ ആ ഒരു വയലുള്ളത്. അത്യാവശ്യം നല്ലൊരു വയൽ പോലത്തെ ഒരു ഏരിയയാണ്. ശരിക്കൊരു വയലാണ്. ഇതിനകത്ത് ഈ കാട്ടിലെ ചേമ്പൊക്കെ പിടിച്ചിങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഈ വയൽ പോലത്തെ ഈ ഒരു സ്ഥലത്തിനകത്ത് മൊത്തത്തിൽ എന്തോ ഒരു സാധനത്തിൻ്റെ സൈറ്റിങ് കിട്ടിയിട്ടുണ്ടേ. എന്തോ ആണെന്ന്. ഇവിടെ കുറച്ച് മുമ്പിൽ കാട്ടുപോത്ത് നിൽപ്പുണ്ടേ. അപ്പം കാട്ടുപോത്തിൻ്റെ അത് ഈ വിഷ്വൽസിൻ്റെ ഇടയിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഫോട്ടോ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് വൈൽഡ് ആനിമൽസ് ആയിട്ട് കണ്ടിട്ടുള്ളത് കാട്ടുപോത്തിനെയാണേ. പിന്നെ ഒരു ചെങ്കീരിനെ കണ്ടു. അത് അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്. നമുക്ക് കാട്ടുപോത്തിൻ്റെ സൈറ്റിങ്ങാണ് കിട്ടിയത്. അവിടെ നിന്ന് മരമൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട്. പിന്നെ മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഏരിയ ഇങ്ങനെ ട്രക്ക് പാത്ത് തന്നെ അതിങ്ങനെ തെളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്കാർക്ക് ഇങ്ങനെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ടേ, ഇവിടെ നിന്ന് മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഏരിയ ഇങ്ങനെ തെളിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ഏരിയയിൽ തന്നെ അധികം മൃഗങ്ങളൊന്നുമില്ല. പ്രധാനമായിട്ടും കടുവയ്ക്കാണ് ഇവിടെ പ്രാധാന്യം പെരിയാർ ടൈഗർ റിസർവിൽ. വയലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. വയലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇതുപോലൊരു ട്രക്കിംഗ് വഴിയിലൂടെ യാത്ര ചെയ്യാണ് കേട്ടോ. ഈ ഫ്രണ്ടിൽ നമ്മൾ പിന്നെയും കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടേ. കുറേ നിൽക്കുകയാണ്, 2-3 ഉണ്ട്. ഈ ഒരു കാട്ടുപോത്തിൻ്റെ കൂട്ടത്തിനെ കണ്ടിട്ടുണ്ടേ ഈ ഭാഗത്ത്. അപ്പോൾ ഈ ഒരു പാട ഏരിയയിലാണ് കേട്ടോ കാണുന്ന കറുപ്പുകളുണ്ടോ. കറുപ്പുകൾ മൊത്തം കാട്ടുപോത്താണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കുകയാണ്. നമ്മളതിൻ്റെ വീഡിയോസ് ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം എങ്ങനെ കാട്ടുപോത്തുന്ന സൈനിങ് എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ സെറ്റല്ലേ? സെറ്റ് ഇതുപോലെ എവിടെ കിട്ടും നിനക്ക്? അവിടെ നീ എടുത്തിട്ടില്ല. എന്തായാലും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ലേ? ഓക്കെ. നമ്മൾ അവിടെ നിന്ന് കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കാട്ടുപോത്തിനെ കണ്ടിട്ട് തിരിച്ചത് ഈ ഒരു വഴി കൂടെയാണ് കേട്ടോ നടക്കുന്നത്. താഴെ നിന്ന് ഒരു വഴി കൂടെ കയറി വന്നിട്ട് ഈ ഒരു വഴി കൂടെയാണ് നടക്കുന്നത്. ഇനി ഇവിടെ നിന്നൊരു 2.5 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് നമുക്ക് ക്യാമ്പ് ഷെഡിൻ്റെ അങ്ങോട്ട്. ചെറിയൊരു തോടാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഈ കാട്ടുമൃഗങ്ങളൊക്കെ പ്രധാനമായിട്ടും വെള്ളം കുടിക്കുന്ന തോടുകളൊക്കെയാണ്. അതാണ് പ്രധാനമായിട്ട് ഈ തോടുകൾ എപ്പോഴും ഇങ്ങനെ കലങ്ങലായിട്ട് കിടക്കുന്നത്. ഇപ്പം പോകുന്നത് ഒരു
നിരപ്പാകുന്ന പ്രദേശത്തൂടെയാണേ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ മരങ്ങളും ഉണ്ട്. പക്ഷേ ഈ അടിക്കാടുകൾ വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സൈറ്റിങ്ങും വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഏരിയ ഇങ്ങനെ വെട്ടിത്തെളിച്ചിട്ടിട്ടുണ്ട്, വനംവകുപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ട്രക്ക് പാത്തിലൂടെയാണ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ട്രക്കിംഗ് അവസാന ഘട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ഒരു വഴിയുണ്ടല്ലോ, അപ്പോൾ അതുപോലെയുള്ളൊരു വഴിയാണ് ഇപ്പം നമ്മൾ നടക്കുന്നത്. ഈ ഒരു വഴി ഈ റോഡിൽ നിന്നാണ് അങ്ങ് ക്രോസ് ചെയ്ത് പോയത്. അത് കറങ്ങി പിന്നെയും റോട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇവിടെ തൊട്ടടുത്ത സെറ്റിൽമെൻറ്റിലുള്ള ആൾക്കാർ വിറകൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ചേട്ടൻ സെറ്റിൽമെൻറ്റിൽ ഉള്ളതാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ. ചേട്ടൻ പേരെന്ന് പറഞ്ഞാണ് മറന്നു കഴിഞ്ഞാൽ. വിജയ് വിജയ് ഓക്കെ. ആ ചേട്ടനാണ് കേട്ടോ നമ്മളെ ട്രക്കിങ്ങിനുണ്ടായത്. പിന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസറുണ്ട് ബീറ്റ്, പിന്നെ അല്ലാതെ വേറൊരു നമ്മുടെ ഗൈഡും കൂടെ ഉണ്ട് കേട്ടോ. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നമ്മുടെ സെറ്റിൽമെൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ പോയ ആ ഒരു സൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സെറ്റിൽമെൻറ്റിൻ്റെ സൈഡിൽ തന്നെ ഗേറ്റും എർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇടത്തെ സൈഡിലാണ് കേട്ടോ ഈ മന്നാക്കുടി എന്ന് പറയുന്നൊരു സെറ്റിൽമെൻ്റ് ഉള്ളത്. നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. രാവിലെ നമ്മൾ ഇതിലെയാണ് കേട്ടോ പോയത്. മന്നക്കുടി ഈ ട്രൈബൽ മേഖല എന്ന് പറയുന്നത് നമ്മുടെ കുമളി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റിൽമെൻറ്റിനകത്തൂടെ പോയിട്ട് നമ്മൾ തിരിച്ചതിന് പുറത്തൂടെയാണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. നമ്മൾ ഈ ഒരു വഴിയിലൂടെയാണ് പോയത്. ഇതിലെ പോയിട്ട് ഇതിലെ കറങ്ങി ഈ ഒരു സൈറ്റിലൂടെ തിരിച്ച് വന്നു കേട്ടോ. ഏകദേശം 14 കിലോമീറ്ററാണ് ട്രക്ക് ചെയ്തത്. നമ്മൾ ട്രക്ക് ചെയ്ത് തിരിച്ചതാ നമ്മുടെ കുമളിയിലെ ഈ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ സെറ്റിൽമെൻറ്റിനുള്ളിലെ കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത്. അത് നമുക്ക് കയറി എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്തത് കേട്ടോ. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നമ്മൾ രാവിലെ ടിക്കറ്റൊക്കെ എടുത്ത് കയറിപ്പോയ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ കുമളിയാണ്. കുമളി ടൗണിൻ്റെ കുറച്ച് ഇപ്പുറമാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ രാവിലെ കയറി ട്രക്കിങ്ങിന് പോയത് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഓഫീസുണ്ട്, ഇവിടെയും ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നകത്താണ് നമ്മൾ കയറുന്നത്. കയറിയിട്ട് ഇവിടെയാണ് നമ്മൾ രാവിലെ ബാഗ് എടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. നമുക്ക് ഫുഡെല്ലാം ഉള്ള ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു ഇരുന്നത്. രാവിലെ ഒരു സ്ലോട്ട്സ് പോലത്തെ സംഭവം തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിരിച്ചിവിടെ കൊടുക്കണം. പിന്നെ ബാഗ്, ഇതാണ് ബാഗ്. ഇതിനകത്തായിരുന്നു നമ്മുടെ ആഹാരമൊക്കെ ഉണ്ടായിരുന്നത്, രാവിലത്തേക്കുള്ളത് ഉച്ചക്കത്തേക്കുള്ളത്. അതുപോലെ ഇതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ജഗദീഷണ്ണ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഒരൊന്നും പറയില്ല ബ്രോ. വിഷ്ണു ബ്രോ ഹെവി ആയിട്ടുണ്ടായിരുന്നു. നല്ല വാക്ക് കാണേണ്ട കുറച്ച് സാധനങ്ങൾ കാണാൻ പറ്റി. പിന്നെ ജാങ്കോ ബ്രോ എങ്ങനെയുണ്ട്? പൊളിച്ചു സൂപ്പറായിരുന്നു. I want to go sleep. Very nice trip. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? പിന്നല്ല, സെറ്റായിരുന്നു. നമ്മളിനി ഇവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മുടെ തൊണ്ടയാർ ബോർഡർ ഹൈക്കിംഗ് എന്ന് പറയുന്ന ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. രാവിലെ 8 മണിക്കാണ്. 8 മണിക്ക് തുടങ്ങിയ ട്രക്കിംഗ് ആണ്. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ട്രക്കിംഗ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ട്രക്കിങ്ങിൻ്റെ കൂടുതൽ അഭിപ്രായങ്ങൾ നമ്മുടെ കൂട്ടത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? യാത്ര സൂപ്പറായിരുന്നു, പൊളിച്ച്. ട്രക്കിംഗ് അടിപൊളിയായിരുന്നു. നമ്മുടെ യാത്ര എങ്ങനെയുണ്ട്? യാത്രയൊക്കെ കൊള്ളാം, സുഖം, എല്ലാ കാര്യങ്ങളും കാണാനൊക്കെ പറ്റി. അടിപൊളിയല്ലേ? അടിപൊളി. അപ്പോൾ ഇതെൻ്റെ വീഡിയോസൊക്കെ കാണുന്നൊരു ചേട്ടനാണ്, വിഷ്ണു ചേട്ടൻ. നമ്മുടെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബോർഡർ ഹൈക്കിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള തൊണ്ടിയാർ ട്രക്കിംഗ് അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചുവല വനങ്ങളും നമ്മുടെ വനങ്ങളും ചേർന്ന ഒരു ട്രക്കിംഗ് പാത്താണ് നമുക്ക് ഇത്തവണ കിട്ടിയത്. സോ അത്യാവശ്യം ചെറിയ സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബേസിക്കലി ഇറ്റ് വാസ് വെരി നൈസ്. ഓക്കെ, എന്തായാലും ട്രിപ്പ് ഇഷ്ടപ്പെട്ടല്ലേ? അടിപൊളിയായിരുന്നു. നമ്മുടെ ജഗദീഷ് അണ്ണനാണ്, പുള്ളി മെർച്ചൻ്റ് നേവിയാണ്. പുള്ളിയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. എന്നാൽ നമ്മുടെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഈ ഒരു ട്രിപ്പിംഗ് അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് സൈറ്റിങ്സ് നമുക്ക് കിട്ടി. അറിയാമല്ലോ എന്നൊക്കെയാണ്. നമ്മളിത് ഫസ്റ്റ് ട്രിപ്പല്ല നമ്മുടെ വേണ്ടി, നമ്മൾ ഒരുപാട് ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല സൈറ്റിങ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് ട്രിപ്പ് നമുക്ക് നാളെ നമ്മുടെ അടുത്ത ട്രിപ്പുണ്ട്. അതൊരു സസ്പെൻസ് ആണ് എങ്ങോട്ടാണെന്നുള്ളത്. തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്യാവശ്യം നല്ല സൈറ്റിങ്സ് നമുക്ക് കിട്ടിയായിരുന്നു. എന്തായാലും അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു തൊണ്ടിയാർ ട്രക്കിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ വരുന്നൊരു ട്രക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസും അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിൽ കൊടുത്തേക്കാം. അപ്പം ജഗദീഷ് അണ്ണനാണ് നമുക്ക് ഈ ഒരു ട്രക്കിങ് ബുക്ക് ചെയ്യുകയും നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ
തൊണ്ടയാർ ട്രക്കിംഗ് അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്ത് ഒരു സസ്പെൻസാണ് അടുത്ത് നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ നമ്മുടെ കുമളി തേക്കടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.